ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 17ാമത്തെ ശ്ലോകമാണ് നോക്കുവാനുള്ളത്. യസ്യ കുക്ഷാവിദം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വയ്യപീഹ തത്സർവം കിമിദം മായയാ വിനാ. യസ്യ കുക്ഷാവിദം സർവം. യസ്യ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ്റെ, കുക്ഷാവിദം, കുക്ഷൗ ഇതമാണ് കുക്ഷാവിദം. കുക്ഷൗ എന്ന് പറഞ്ഞാൽ കുക്ഷിയിൽ, അതായത് ഭഗവാന്റെ ഉദരത്തിൽ. ഇതം സർവം, ഈ കാണുന്നതെല്ലാം, ഇതെല്ലാം തന്നെ, ഇതൊക്കെയും സാത്മം ഭാതി യഥാ തഥാ. സാത്മം അതായത് തന്നോടുകൂടി തന്നെ, ആത്മാവിനോട് കൂടി തന്നെയും. ഭാതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു. യഥാ എപ്രകാരമാണോ, തഥാ അപ്രകാരം. അപ്പോൾ ഭഗവാന്റെ ഉദരത്തിൽ ഈ കാണുന്ന സർവപ്രപഞ്ചവും സർവവും എപ്രകാരമാണോ തന്നോടുകൂടി തന്നെ ശോഭിക്കുന്നത്, ആത്മാവോട് കൂടി തന്നെ എന്ന് പറഞ്ഞാൽ ആ ഭഗവാനോട് കൂടി തന്നെയാണ് അത് ശോഭിക്കുന്നത് ഭഗവാന്റെ ഉദരത്തിൽ. നമ്മൾ യശോദാമ്മയ്ക്ക് ആ വായ തുറന്ന് കാണിക്കുമ്പോൾ ഭൂമിയുടെ ഒരു കോണിൽ ആ ഗോകുലത്തിൽ യശോദാമ്മ 2 പിഞ്ചു കരങ്ങളെ പിടിച്ച് മണ്ണ് തിന്നതിന് ഉണ്ണിയെ ശകാരിക്കുന്നത് പോലും ആ തന്നോടുകൂടി തന്നെ തൻ്റെ വായ്ക്കുള്ളിൽ കാണിച്ചു കൊടുത്തതാണ് ഭഗവാൻ. അതായത് ഈ പുറമേ കാണുന്നതൊക്കെ ഒരു മായയാണ്, ഇതെല്ലാം തൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്നന്ന് കാണിച്ചു കൊടുത്തു അല്ലേ. അപ്പോൾ ആ തന്നോടുകൂടി തന്നെയാണ് ഉള്ളിൽ കണ്ടത്. അങ്ങനെ ഭഗവാനോട് കൂടി തന്നെയും തന്നോടുകൂടി തന്നെയും ഇതൊക്കെ എപ്രകാരമാണോ അവിടുത്തെ ഉള്ളിൽ ശോഭിക്കുന്നത്. തത്വയ്യപീഹ തത്സർവം. തത് ത്വയി അപി ഇഹ. തത്വയ്യപീഹ. തത് അതെല്ലാം, ത്വയി അപി ഭഗവാനെ അവിടുന്നിലും, ഇഹ തത്സർവം ഇവിടെ അതെല്ലാം തന്നെയും, തത് സർവം അത് മുഴുവനും തന്നെയും, എന്തൊക്കെയാണോ അങ്ങയുടെ ഉള്ളിൽ എപ്രകാരമാണോ അങ്ങ് ഉൾപ്പെടുന്നതായിട്ടുള്ള ഈ സർവചരാചരങ്ങളും എപ്രകാരം ശോഭിക്കുന്നുവോ അതെല്ലാം തന്നെയും ഇവിടെ കിമിതം മായയാവിന. ഇവിടെ നമ്മുടെ ചുറ്റിനും കാണുന്നു. നമ്മൾ കാണുന്ന ഭഗവാന്റെ ഉദരത്തിലല്ല ഈ പ്രപഞ്ചമെന്നിരിക്കെ ഇതൊക്കെ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ കിമിതം, കിം ഇതം, ഇതെങ്ങനെ മായയാവിന, മായയല്ലാതെയാകും. മായയല്ലാതെ ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുക? ഇത് അങ്ങയുടെ ഉള്ളിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ഇതെല്ലാം നടക്കുന്നതെന്ന് അങ്ങ് തന്നെ അങ്ങയുടെ ശ്രീകൃഷ്ണാവതാരത്തിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷെ ഇതെല്ലാം ഞങ്ങളിവിടെ കാണുന്നുമുണ്ടല്ലോ. അങ്ങയുടെ ഉദരത്തിൽ ഏതേതെല്ലാം എപ്രകാരമാണോ ശോഭിക്കുന്നത്, ആരാരെല്ലാമാണോ ഉള്ളത്, എന്തെല്ലാമാണോ ഉള്ളത്, അതൊക്കെ തന്നെയും, അത് സർവവും ഇവിടെ പുറത്ത് ശോഭിക്കുന്നതായി ഞങ്ങൾ കാണുന്നുവല്ലോ. ഇത് അങ്ങയുടെ മായയല്ലാതെ എന്താ ഭഗവാനെ? രണ്ടില്ലല്ലോ, ഒന്നല്ലേയുള്ളൂ. അങ്ങയുടെ ഉദരത്തിൽ അങ്ങയും കൊണ്ട് ഉൾപ്പെടെയാണ് കാണുന്നതെങ്കിൽ അതല്ലേ യഥാർത്ഥത്തിലുള്ളത്. അപ്പോൾ ഈ പുറമേ കാണുന്നതോ അതൊരു വെറും ഇന്ദ്രജാലം, മായ, അത് മാത്രമാണ് ഭഗവാനെ. നമ്മൾ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ എപ്രകാരമാണോ അതേ വിധത്തിൽ തന്നെയാണ് കണ്ണാടിയിൽ അത് പ്രതിബിംബിച്ച് കാണുന്നത്. പക്ഷെ കണ്ണാടിയിലുള്ളത് പ്രതിബിംബം മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള വസ്തു കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന നമ്മളൊക്കെ തന്നെയാണ്. ഇതുപോലെയാണ് ഭഗവാന്റെ ഉദരത്തിൽ സർവചരാചരങ്ങളും അതിൻ്റെ വാസ്തവിക ഭാവത്തിൽ കുടികൊള്ളുമ്പോൾ ഈ പുറമേ കാണുന്നതൊക്കെയും ഭഗവാനെ അവിടുത്തെ മായയൊന്ന് മാത്രമാണ്. ഇത് അതിൻ്റെ പ്രതിബിംബം മാത്രമാണ്. ജലത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ
ഈ പുറമേയുള്ള ജലത്തിൽ ഈ പ്രപഞ്ചം പ്രതിബിംബിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഭഗവാനെ എന്ന് ഇവിടെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുകയും ഒപ്പം അതിലൂടെ നമുക്ക് ആ പരമമായ സത്യത്തെ കാണിച്ചു തരികയും കൂടിയാണ് ചെയ്യുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. 17ാമത്തെ ശ്ലോകം. യസ്യ കുക്ഷാവിദം സർവം സാത്മം ഭാതി യഥാ തഥാ തത്വയ്യപീഹ തത്സർവം കിമിദം മായയാ വിനാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യസ്യ കുക്ഷൗ ഇതമാണ് പദം പിരിക്കേണ്ട, വായിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. കുക്ഷാവിതം, അതുപോലെ സാത്മം, സ ആത്മമാണ്, ആത്മാവോട് കൂടി, തന്നോട് കൂടി തന്നെ. പിന്നെ അടുത്ത തത്വയ്യപീഹ, തത് ത്വയി അപി ഇഹ, 4 വാക്കുകളുണ്ട്. പക്ഷെ വായിക്കുമ്പോൾ പദം പിരിക്കേണ്ട, ചേർത്ത് വായിക്കുക. അതുപോലെ ത യ ഒക്കെ കൂട്ടക്ഷരമാണ്. തത്വയ്യപീഹ അതും ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. അദ്യൈവ ത്വധൃതേസ്യ കിം മമ ന തേ മായാത്വമാദർശിതം മേകോസി പ്രഥമം തതോ വ്രജ സുഹൃദ്വത്സാ സമസ്താ അപി താവന്തോസി ചതുർഭുജാസ്തദഖിലൈ സാകം മയോപാസിതാസ്താവന്ധ്യേവ ജഗന്ധ്യഭൂസ്തദമിതം ബ്രഹ്മാദ്വയം ശിഷ്യത്തെ. അദ്യൈവ ത്വധൃതേസ്യ കിം. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാന്റെ മായയുടെ ആദ്യമൊരു ഉദാഹരണം പറഞ്ഞു. തൻ്റെ ഉത്ഭവത്തോടു കൂടി തന്നെ താൻ മനസ്സിലാക്കിയ ഭഗവാന്റെ മായ, പുറമേയുള്ള ജലത്തിൽ ശയിക്കുന്നവനല്ല ഭഗവാനെന്നും ആ ഭഗവാൻ അതായിരുന്നു ഭഗവാന്റെ രൂപമെങ്കിൽ ജലോപരിതലത്തിൽ തനിക്ക് കാണണമായിരുന്നു, അതായിരുന്നു ഭഗവാന്റെ വാസ്തവമായിട്ടുള്ള രൂപമെങ്കിൽ. എന്നാൽ ഭഗവാനെ തൻ്റെ ഉള്ളിൽ കാണിച്ചു തന്നപ്പോൾ ആ വ്യാപ്തി, ഭഗവാൻ എന്ന സങ്കല്പത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കി തന്നു. അത് ഭഗവാന്റെ മായയാണ് എന്ന് പറഞ്ഞു. പിന്നീട് അടുത്തൊരു ഉദാഹരണം ശ്രീകൃഷ്ണ അവതാരത്തിലേത് ചേർത്തിട്ടാണ് കഴിഞ്ഞ 2 ശ്ലോകങ്ങളിലായിട്ട് നമ്മളെ അത് മനസ്സിലാക്കി തന്നത്. ഇനി അടുത്തത് വീണ്ടും ബ്രഹ്മാവ് തൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. അദ്യൈവ ത്വധൃതേസ്യ കിം മമ ന തേ. അദ്യൈവ, അദ്യ ഏവ. അദ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഏവ ഇപ്പോൾ തന്നെ. നോക്കൂ ഭഗവാനെ, അവിടുന്ന് എനിക്ക് വീണ്ടും മായ കാണിച്ചു തന്നില്ലേ, അവിടുത്തെ മായയാണെന്ന് ബോധ്യപ്പെടുത്തി തന്നില്ലേ. എങ്ങനെ? ത്വധൃതേസ്യ, ത്വധൃതേ അസ്യ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ത്വധൃതേസ്യ. ത്വധൃതേ എന്ന് പറഞ്ഞാൽ ത്വധൃതേ അങ്ങയെ കൂടാതെ, അസ്യ അതായത് ഈ, ഇവിടെ ഈ വിശ്വത്തിൻ്റെ, കിം മമ ന തേ മായാത്വമാദർശിതം. കിം മമ, കിം എന്ന് പറഞ്ഞാൽ എന്ത്, മമ എന്ന് പറഞ്ഞാൽ എനിക്കായിക്കൊണ്ട് ഇപ്പോൾ എന്ത്, ന തേ മായാത്വമാദർശിതം. ന തേ അങ്ങയാൽ എന്താണ്, മായാത്വം ആദർശിതം, മായാത്വം അങ്ങ് മായ തന്നെയാണ് എന്ന്, ആദർശിതം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണിച്ചു തന്നത്, ദർശിക്കപ്പെട്ടത്. അപ്പോൾ അങ്ങ് മായ തന്നെയാണ്, അങ്ങയുടെ മായ തന്നെയാണ്. ഞാനിപ്പോൾ ഈ കണ്ടതൊക്കെ, ഇവിടെ എനിക്ക് ഈ ദർശിക്കപ്പെട്ടതൊക്കെയും അങ്ങയുടെ മായ തന്നെയാണെന്ന് ഭഗവാനെ അങ്ങ് കാണിച്ചു തന്നില്ലേ. അതായത് ഇത് മായയാണെന്ന് ഇനി എന്താണ്, ഏത് വിധത്തിലാണ് അങ്ങ് എനിക്ക് പറഞ്ഞു തരാതിരുന്നത് ഈ കാണുന്നതൊക്കെ മായയാണെന്ന്. മായാത്വം ആദർശിതം ഏകോസി, ഇവിടെ മായാത്വം ആദർശിതം ഏകോസി, അവിടെ മായാത്വം ആദർശിതം ഏകഹ അസി, 4 വാക്കുകളാണ് അവിടെയുള്ളത്. ഏകഹ എന്ന് പറഞ്ഞാൽ ഒരേ ഒന്ന്, ഒരുവൻ മാത്രമായിട്ട്, അസി ഭവിക്കുന്നു, ഒന്ന് മാത്രമായിട്ടുള്ളതായിട്ടുള്ള ഭഗവാനെ അവിടുന്ന് ഭവിക്കുന്നു. എങ്ങനെ? പ്രഥമം തതോവ്രജ സുഹൃദ് വത്സ. പ്രഥമം എന്ന് പറഞ്ഞാൽ ആദ്യം
ഒന്നു മാത്രം ഉണ്ടായിരുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ. ആദിയിൽ ഭഗവാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാൻ അസി ഭവിക്കുന്നു. തഥോവ്രജ സുഹൃദ്വത്സ. തതഹ, ഇവിടെ തതഹ വ്രജ സുഹൃദ്വത്സാഹ, ഇങ്ങനെ രണ്ട് വാക്കുകളുണ്ട് അവിടെ. വ്രജഹ എന്ന് പറഞ്ഞാൽ, തതഹ എന്ന് പറഞ്ഞാൽ അനന്തരം, വ്രജം എന്നാൽ ഗോകുലം. സുഹൃത് വത്സാഹ്, സുഹൃത്തുക്കളായിട്ടും, വത്സം എന്നാൽ പശുക്കുട്ടികളായിട്ടും. നോക്കൂ ഭഗവാനെ, ഇവിടെ അങ്ങ് ഒരാൾ മാത്രമേ ആദിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ എൻ്റെ മുൻപിൽ അങ്ങ് എന്താ കാണിച്ചു തന്നത്? ഈ സർവ പശുക്കുട്ടികളായിട്ടും ഭഗവാനെ ആ കാലിച്ചക്കനായിട്ടുള്ള ഭഗവാന്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന സർവ കുട്ടികളായിട്ടും അവിടുന്ന് തന്നെയായി മാറിയല്ലോ. സമസ്ത അപി എന്നാ പറഞ്ഞത്. സകലവും ഭഗവാനെ അവിടുന്ന് തന്നെയായി മാറിയല്ലോ. വീണ്ടും ബ്രഹ്മാവ് വത്സസ്തേയം ലീലയിൽ ഭഗവാന്റെ മായ ദർശിച്ച ബ്രഹ്മാവ് ആ ലീലയിലേക്കാണ് വീണ്ടും വന്നിരിക്കുന്നത്. എന്താ പറഞ്ഞ്, ഇവിടെ ഒന്നു മാത്രമായിട്ടുള്ള ഭഗവാനെ, ആദിയിൽ ഒന്ന് മാത്രമായിരുന്ന ഭഗവാനെ അവിടുന്ന് ഇപ്പോൾ ഞാൻ ഒളിപ്പിച്ചു കൊണ്ട് വെച്ചില്ല എൻ്റെ ലോകത്ത്, എൻ്റെ യോഗമായാശക്തി കൊണ്ട് അങ്ങയുടെ സർവ്വ പശുക്കുട്ടികളെയും അങ്ങയുടെ സർവ്വ കൂട്ടുകാരെയും ഭഗവാൻ അവിടെയും എന്നെ ഭഗവാന്റെ മായ കൊണ്ട് തോൽപ്പിച്ചുവല്ലോ. ഭഗവാനെ അവിടുന്ന് തന്നെ സർവ്വ പശുക്കുട്ടികളായിട്ടും സർവ്വ സുഹൃത്തുക്കളായിട്ടും സർവ്വ കൂട്ടുകാരായിട്ടും അവിടുന്ന് തന്നെ ആയി ഭവിച്ചുവല്ലോ. താവന്തോസി ചതുർഭുജാസ്തദഖിലേ. താവന്തോസി, ഭഗവാനെ താവന്തഹ അസി, ഇങ്ങനെ രണ്ട് വാക്കുകളാണ് അവിടെ. താവന്തഹ എന്ന് പറഞ്ഞാൽ അത്രയും പേരും. അവിടെ ആകെ എത്ര പശുക്കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്? അവിടെ എത്ര ഭഗവാനെ അവിടുത്തെ സുഹൃത്തുക്കളായിരുന്നോ, ഗോപബാലന്മാരായിരുന്നു ഉണ്ടായിരുന്നത്? അത്രയും പേരുമായിട്ടും അവിടുന്ന് ഭവിച്ചുവല്ലോ. സാകം മയോപാസിതാസ്താവന്ത്യേവ. ചതുർഭുജാസ്തദഖിലൈ. ചതുർഭുജാഹ എന്ന് പറഞ്ഞാൽ 4 കൈകളുള്ളവരുമാകുന്നു. അതായത് ഈ പശുക്കളായിട്ടും ഈ ഗോപ ബാലന്മാരായിട്ടും നിൽക്കുന്നത് ചതുർബാഹുക്കളോട് കൂടിയ ഭഗവാനെ, ഒരേയൊരു ആദിയിലുണ്ടായിരുന്നതായിട്ടുള്ള ഒരേയൊരു സത്യം എന്തായിരുന്നോ ഭഗവാനെ, ആ ഭഗവാൻ തന്നെയാണല്ലോ ഇപ്പോൾ ഇവരൊക്കെയായി ഭവിച്ചിരിക്കുന്നത്. തദഖിലൈ എന്ന് പറഞ്ഞാൽ സർവവും, ആ അവിടെ ഇപ്പോൾ ആയി തീർന്നിരിക്കുന്ന ആ ഗോകുലത്തിലുള്ള സർവ്വതുമായിട്ട് സാകം മയോപാസിത. സാകം എന്ന് പറഞ്ഞാൽ കൂടി, മയോപാസിതം, ഉപാസിതം, മയാ സാകം, എന്നോടുകൂടി. അതായത് അവിടെ ആ ബ്രഹ്മാവ് പോലും ഉപാസിത എന്ന് പറഞ്ഞാൽ സേവിക്കപ്പെടുന്നവരാകുന്നു. ഈ സർവചരാചരങ്ങളും ഭഗവാനെ അങ്ങയെ സേവിക്കുന്നവരാണ്. ഞാൻ ഉൾപ്പെടെയുള്ള സർവചരാചരങ്ങളും, സൃഷ്ടിക്കപ്പെട്ട സർവവും ഭഗവാനെ അവിടുത്തെ സദാ സേവ ചെയ്യുന്നവരാകുന്നു. അങ്ങനെയുള്ള ഭഗവാനെ, ആ ഒരേയൊരു സേവിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ള, നമ്മൾ ഭാഗവതത്തിൽ ആദ്യമേ ഭാഗവതത്തിൻ്റെ ധ്യാന ശ്ലോകത്തിൽ പറയും, സദാസേവ്യ, എപ്പോഴും സേവ ചെയ്തോളൂ. ആരെയാണ്? ഈ ഭാഗവത രൂപത്തിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ പ്രത്യക്ഷേവഹി എന്നാ പറഞ്ഞു. ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപമായ ഭാഗവതത്തെ സദാ സേവ ചെയ്യൂ. അതായത് സേവ ചെയ്യപ്പെടുവാൻ യോഗ്യനായിട്ടുള്ള ഭഗവാനെ, അവിടുത്തെ ഞങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ള ഈ സർവചരാചരങ്ങളും ഭഗവാനെ സേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാനെ അവിടുന്ന് തന്നെ ഇവയെല്ലാമായി ഭവിച്ചുവല്ലോ. താവന്ത്യേവ ജഗന്ത്യഭൂതസ്തതമിതം ബ്രഹ്മാദ്വയം ശിഷ്യത്തെ. ഇവിടെ മയോപാസിതാസ്താവന്ത്യേവ.
മയാ ഉപാസിതാഹ താവന്തി ഏവ. ഇങ്ങനെ 4 വാക്കുകളാണ് അതിലുള്ളത്. താവന്തി ഏവ എന്ന് പറഞ്ഞാൽ അത്രമാത്രം തന്നെ. ജഗന്ത്യഭൂസ്തദമിതം. ജഗന്തി അഭൂഹു തത് അമിതം. ഇങ്ങനെ 4 വാക്കുകളാണ് അതിലുള്ളത്. ജഗന്തി എന്ന് പറഞ്ഞാൽ ഈ ജഗത്തായിട്ടും ലോകങ്ങളായിട്ട് ഈ സർവ്വലോകങ്ങളായിട്ട് പരിണമിച്ചതും അവിടുന്ന് തന്നെയാണ്. അഭൂ എന്ന് പറഞ്ഞാൽ അങ്ങനെയായി ഭവിച്ചു. തത് അമിതം. തത് എന്ന് പറഞ്ഞാൽ അത് നിമിത്തമായിട്ട്. അമിതം എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അളക്കുവാൻ കഴിയാത്ത അപരിച്ഛിന്നമായിട്ടുള്ളതായ ബ്രഹ്മാദ്വയം ശിഷ്യത്തെ. ബ്രഹ്മാദ്വയം എന്ന് പറഞ്ഞാൽ അദ്വയം ബ്രഹ്മ. അദ്വയമായിട്ടുള്ള, രണ്ടില്ലാത്തതായിട്ടുള്ള, ദ്വയമില്ലാത്തതായിട്ടുള്ള ആ ബ്രഹ്മമായിട്ട് ശിഷ്യത്തെ ശേഷിക്കുന്നു, അവശേഷിക്കുന്നുവല്ലോ ഭഗവാനെ. അപ്പോൾ ഈ സർവ ജഗത്തായിട്ടും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളായിട്ടും ഏതെല്ലാം രൂപങ്ങളിലും ഭാവങ്ങളിലും ഗുണങ്ങളോടും കൂടി ഭഗവാനെ അവിടുന്ന് മാറിയാലും ആരാണ് അവിടുന്ന്? സർവചരാചരങ്ങളാലും ഉപാസിക്കപ്പെടുവാൻ യോഗ്യനായിട്ടുള്ള, ഉപാസിക്കപ്പെടുന്നവനായിട്ടുള്ള അല്ലയോ ഭഗവാനെ. ആ ഒരേ ഒരു ഭഗവാൻ തന്നെ ഇതെല്ലാമായിട്ട് മാറി. അതോ എന്തെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടെ ബ്രഹ്മാവ് പറയുകയാണ്, ഞാൻ എന്തിനെല്ലാം ഇവിടെ നിന്നും അപഹരിച്ചു കൊണ്ടുപോയോ ഭഗവാനെ, അതെല്ലാമായിട്ട് അവിടുന്ന് മാറിയില്ലേ? ആ ഗോകുലത്തിലെ സർവ്വ ഗോപബാലന്മാരുമായിട്ട്, സർവ്വ പശുക്കളുമായിട്ട്, സർവ്വ ഗോകുട്ടികളുമായിട്ട്, ഇങ്ങനെ എല്ലാമായിട്ട് ഭഗവാനെ അവിടുന്ന് മാറിയില്ലേ? ചതുർബാഹുക്കളോട് കൂടിയ ഭഗവാനെ, അവിടുത്തെ മായ മാത്രമാണ്. അവിടുന്ന് തന്നെ ഇതെല്ലാമായി മാറിയിട്ട് അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു, എല്ലാം അവിടുത്തെ മായയാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നില്ലേ? എന്നാലാകട്ടെ ഇവയൊക്കെ തമ്മിൽ ഭേദമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല താനും. എന്താ പറഞ്ഞ? അദ്വയ ബ്രഹ്മമാണ്, രണ്ടില്ലാത്തതായിട്ടുള്ള എല്ലാം ഒന്ന് തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് ഈ കാണിക്കുന്നതൊക്കെയും ഈ ലീലകൾ മാത്രമല്ല, സർവപ്രപഞ്ചവും ഞാനുമെല്ലാം യഥാർത്ഥത്തിൽ ഭഗവാനെ ഒന്നായ നിന്നെ പലതായി കാണിച്ചുകൊണ്ട് നീ ഞങ്ങളെ മായ കാട്ടി മോഹിപ്പിക്കുന്നതല്ലേ? സത്യത്തിലെല്ലാം ഒന്ന് തന്നെയല്ലേ ഭഗവാനെ? എല്ലാം അവിടുത്തെ ഒരു മായയല്ലേ എന്ന് ഭഗവാനോട് പറയുകയാണ്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. അദ്യൈവ ത്വധൃതേസ്യ കിം മനതേ മായാത്വമാദർശിതമേകോऽसि പ്രഥമം തതോ വ്രജസുഹൃദ്വത്സാ സമസ്താ അപി താവന്തോऽसि ചതുർഭുജാസ്തദഖിലൈः സാകം മയോപാസിതാസ്താവന്ത്യേവ ജഗന്ത്യഭൂസ്തദമിദം ബ്രഹ്മാദ്വയം ശിഷ്യത്തെ. ശ്ലോകം കുറച്ച് വലിയ ഒരു ശ്ലോകമാണ്. ഓരോ പാദവും കുറച്ച് വലിപ്പം നീളമുള്ള ശ്ലോകങ്ങളാണ്. പിന്നെ പലതും ആദ്യത്തെ പാദത്തിൻ്റെ ഒക്കെ തുടർച്ചയായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് പലതും ചേർത്ത് വായിക്കേണ്ടിയും വരും. നമുക്ക് നോക്കാം, വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ത്വധൃതേസ്യ, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് എകാരം നീട്ടിയെടുക്കുക. അതുപോലെ മായാത്വമാദർശിതമേകോസി, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുവാൻ നോക്കുക. ഇനി അത് ചേർത്തെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ മായാത്വമാദർശിതം എന്നവിടെ എടുത്തിട്ട് താഴെ ഏകോസി, അവിടെയും വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത് വ്രജസുഹൃദ്വത്സാഹ്, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. കഴിയുന്നതും ആ വാക്ക് പിരിക്കാതെ വായിക്കുക. പിന്നെ അടുത്ത താവന്തോസി, അവിടെയും വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. ചതുർഭുജാസ്തദഖിലൈ, ചതുർഭുജ തത് അഖിലൈ ആണ് ദായുടെ അകാരം, ശ്രദ്ധിക്കുക. അതുപോലെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക.
പിന്നെ അടുത്ത മയോപാസിതാസ്താവന്ത്യേവ. അവിടെ അത് പദം പിരിക്കാതെ തന്നെ വായിക്കുന്നതാവും നല്ലത്. മയോപാസിതാസ്താവന്ത്യേവ. അവിടെ താവന്ത്യേവ ആണ് എകാരം, ശ്രദ്ധിക്കുക. ജഗന്തി അഭൂസ്തതമിതം. ജഗന്തി അഭൂ ആണ് ഇന്ത്യ എന്ന അക്ഷരത്തിൻ്റെ അകാരം, ശ്രദ്ധിക്കുക. അതുപോലെ തത് അമിതമാണ്, അതുകൊണ്ട് തദമിതം ദായുടെ അകാരം ശ്രദ്ധിക്കുക. അതുപോലെയാണ് ബ്രഹ്മ അദ്വയം. ബ്രഹ്മ അദ്വയമാണ്. പദം പിരിക്കണ്ട, നമ്മൾ വായിക്കുമ്പോൾ അകാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.